ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത തീവ്രവാദ ആക്രമണത്തിന് കാരണക്കാരായ 2 ഭീകരന്മാരുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തു. ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാരായ ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് ബോംബ് ഉപയോഗിച്ച് പ്രത്യേക ദൗത്യസംഘം തകർത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പെഹൽഗാമിലെ ബൈസ്രൻ താഴ്വരയിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ലഷ്കർ ഭീകരരിൽ 2 പേരുടെ വീടുകളാണ് തകർത്തത്. സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും CRPFന്റെയും സംഘാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യസംഘം ഇന്ന് പുലർച്ചെ ബോംബ് ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ അനന്തനാഗ് ജില്ലയിലെ ഗുരിയിലുള്ള വീടും മറ്റൊരു ഭീകരനായ ആസിഫ് ഷെയ്ഖിന്റെ പുൽവാമ ജില്ലയിലെ ത്രാത്തിലുള്ള വീടുമാണ് സുരക്ഷാ സേന തകർത്തത്. വീട്ടിലുള്ള മുഴുവൻ പേരെയും ഒഴിപ്പിച്ച ശേഷമാണ് വീടുകൾ തകർത്തെറിഞ്ഞത്. फोर्सेस आई थी तो उन्होंने बोला था कि यहाँ से निकल जाओ, अब लगभग 100 मीटर की दूरी बना के रखो. तो जब हम गए थे उधर तो लगभग 12-1 बजे फिर धमाका हो गया इधर से. जब हम इधर आए तो ये मसला हो गया था यहाँ पे. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലഭിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് തകർത്തത്. അക്രമം നടത്തിയ ഭീകരരെ തിരിച്ചറിഞ്ഞതിനാൽ തന്നെ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഭയം ഭീകരരിൽ ഉടലെടുത്തിട്ടുണ്ട്. ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന ഇസ്ലാമിക തീവ്രവാദികൾ കാണണം ഈ കാഴ്ച. ഏവർക്കുമുള്ള ഗുണപാഠം കൂടിയാണിത്. മാത്രമല്ല, ചോറിവിടെയും കൂറ് ശത്രുരാജ്യത്തിനും പ്രഖ്യാപിക്കുന്നവർ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതേപോലുള്ള തിരിച്ചടികൾ നേരിടുവാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം കശ്മീരിൽ നിന്നും എസ് നന്ദഗോപൻ, ജനം.